വ്യൂവേഴ്സിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഹിന്ദുക്കളെ മോശക്കാരാക്കി സിനിമയിൽ കാണിക്കുന്നു, മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകളാണ് പുറത്തു വരുന്നത്. പല മാധ്യമങ്ങളും അതിനെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ലാലേട്ടൻ തന്നെ ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വിട്ടു. സിനിമയിലെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അതിന് പിന്നാലെ സംവിധായകനായിട്ടുള്ള മേജർ രവി ലൈവിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അങ്ങനെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ലാലേട്ടന്റെ മാപ്പ് പറച്ചിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫേസ്ബുക്കിൽ കുറിച്ച ലാലേട്ടന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്നുറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെയുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ. ഉള്ളത് പറയാലോ, മോഹൻലാലിന്റെ ഈ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഹൻലാൽ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. തന്റെ കൂടെ നടക്കുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ പിണക്കാത്ത രീതിയിൽ അഭിപ്രായം പറയുകയും നിലപാടെടുക്കുന്ന വ്യക്തിയുമാണ് മോഹൻലാൽ. അത് പലപ്പോഴും ലാലേട്ടന്റെ പെരുമാറ്റത്തിൽ നിന്നും തോന്നിയിട്ടുണ്ട്. മുമ്പ് താൻ അംഗമായിരുന്ന അമ്മ എന്ന സംഘടനയിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മോഹൻലാൽ എടുത്ത തീരുമാനം എന്താണെന്ന് നമ്മൾ മലയാളികളെല്ലാം കണ്ടതാണ്. ഒരിക്കൽ പോലും സമൂഹത്തെ സ്വാധീനിക്കുന്ന നിലയിൽ മോഹൻലാൽ അഭിപ്രായം പറയുന്നതോ നിലപാടെടുക്കുന്നതോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ആയ മോഹൻലാൽ ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തിയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും വലതുപക്ഷ അനുകൂലികളാണെന്ന് നമുക്ക് ഏകദേശം അറിയാം. പലരും അത് ഓപ്പണായി തന്നെ തുറന്നു പറഞ്ഞതുമാണ്. ഞാനൊരു BJP കാരനാണെന്ന്. എന്തായാലും മോഹൻലാലിന്റെ ഈ മാപ്പപേക്ഷ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള പൃഥ്വിരാജ് അടക്കം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ഈ മാപ്പപേക്ഷയ്ക്ക് ശേഷം പല മാധ്യമങ്ങളും അതിനെ പല രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. പൃഥ്വിരാജ് മോഹൻലാലിനെ വഞ്ചിച്ചു എന്ന രീതിയിൽ പല സോഷ്യൽ മീഡിയാസും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. പൃഥ്വിരാജ് ഒരു മോശം വ്യക്തിയാണെന്ന് പോലും പലരും പല രീതിയിൽ പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ തന്നെ പൃഥ്വിരാജിനെതിരെ ഉണ്ടാകാൻ തുടങ്ങി. അവസാനം ഇതിനെല്ലാമൊക്കെ ഒരു മറുപടിയായി പൃഥ്വിരാജിന്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി വന്നിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് പിന്നീട് അതായി എല്ലാവർക്കും ചർച്ചാ വിഷയം. എന്തായാലും മല്ലിക സുകുമാരൻ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഇതൊരു അമ്മയുടെ വേദനയാണ്. ഇത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇറക്കിയിട്ടും കാര്യമില്ല. പൃഥ്വിരാജ് ഞങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ ബാക്കിയുള്ളവരോ എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എന്റെ കുഞ്ഞനുജനാണ്. കുട്ടിക്കാലം മുതലേ ലാലിനെ എനിക്കറിയാം. എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിൽ ഉള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ
മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഞാൻ തിരക്കിലാണ് അമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്. ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പുള്ളിക്കാരി മല്ലികാമ്മ ചോദിച്ചത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാരും ഓരോ ഷോട്ട് കഴിയുമ്പോഴും കണ്ട് ഓക്കെ ആക്കിയിട്ടാണ് അടുത്ത ഷോട്ടിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ പൃഥ്വിരാജ് മാത്രം എങ്ങനെ കുറ്റക്കാരനാവാനാണ്? ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പൃഥ്വിരാജിനെ ബലിയാടാക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ കാണുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോ സിനിമ ഇറങ്ങി പല BJP അനുകൂലികളും സംഘികളും ലാലേട്ടനെ ഭയങ്കരമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലാലേട്ടനെ ന്യായീകരിച്ചുകൊണ്ട് മേജർ രവി ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ മേജർ രവി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. മോഹൻലാൽ ഈ പടം റിലീസിന് മുമ്പേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ ഇത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല മേജർ രവി സംവിധാനം ചെയ്ത് ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് കീർത്തിചക്രയാണ്. ചിലപ്പോ ആ സിനിമ പുറത്തിറങ്ങിയ സമയം ഇതേമാതിരി തന്നെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. എന്ന് കരുതി ലാലേട്ടൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ലാലേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അങ്ങ് ഉറപ്പിക്കലാണ്. പ്രത്യേകിച്ച് ലൂസിഫർ പോലുള്ള ഒരു സിനിമ, ആ സിനിമയെ കുറിച്ച് ലാലേട്ടൻ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ, ആ സിനിമ ലാലേട്ടൻ കണ്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നും വേണ്ട, ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. ഓരോ സീനും എടുക്കുന്ന സമയത്ത് ഡയറക്ടർ വന്ന് ലാലേട്ടനോട് പറയുമല്ലോ, ഇത് ഇങ്ങനത്തെ സീക്വൻസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പശ്ചാത്തലത്തിൽ എടുക്കുന്ന സിനിമയാണ്, ഈ ഒരു രീതിയിലൊക്കെയാണ് അഭിനയിക്കേണ്ടതെന്ന് എല്ലാം എന്തായാലും പറഞ്ഞു കൊടുക്കുമല്ലോ. ഒരു അഭിനേതാവ്, പ്രത്യേകിച്ച് ഒരു നായകൻ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സാഹചര്യം ഉൾക്കൊണ്ടല്ലേ അഭിനയിക്കേണ്ടത്. അപ്പൊ എന്ത് സാഹചര്യത്തിലാണ് അഭിനയിക്കുന്നതെന്ന് ആ അഭിനേതാവിന് അറിയാലോ. പ്രത്യേകിച്ചും ലാലേട്ടനെ പോലുള്ള ഒരാള് ആ സിനിമ ഓരോന്നും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏത് സാഹചര്യത്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ ലാലേട്ടന് മനസ്സിലാവുമല്ലോ. അതല്ല ലാലേട്ടൻ 4 ആൾക്കാർ ലാലേട്ടനെ കൊല്ലാൻ വരുന്നുണ്ട്, അവരെ അടിച്ചിട്ടോന്നും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ. ലാലേട്ടനെ പറഞ്ഞു പറ്റിച്ചൊന്നും അല്ലല്ലോ സീരിയലൊക്കെ അഭിനയിപ്പിക്കുന്നത്. എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ഒരു ലോജിക്ക് ഇല്ലാതെയും ഇങ്ങനെ ന്യായീകരിക്കാൻ വരല്ലേ. മല്ലിക മാമിന് പോസ്റ്റിലൂടെയുള്ള ഒരു മറുപടി ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഇതിനുള്ള മറുപടിയാക്കി മല്ലിക മാം പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മോഹൻലാലിന്റെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകാം. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ റിവ്യൂ കണ്ടില്ല എന്നുമുള്ള പ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. റിവ്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് ഒഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത റിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാം എന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. ഇത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത്. മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലിലോ ആന്റണിയോ ഒന്നും ഒരിക്കലും പറയില്ല. പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാളം ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എന്റെ മകൻ എന്തു പിഴച്ചു? എന്തായാലും മേജർ രവിക്ക് ഇതിലും മികച്ച ഒരു മറുപടി കൊടുക്കാനില്ല. എന്തായാലും പുള്ളിക്കാരന്റെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ മല്ലിക മാം പുലിയാണല്ലോ. കഴിഞ്ഞില്ല. ഇനി പൃഥ്വിരാജിനെതിരെ നുണപ്രചരണം നടത്തിയ മാധ്യമങ്ങൾക്കും മല്ലിക മാം നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകൾ ആണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേർ ഉണ്ട്. അവരെ ഞാൻ മറക്കുന്നില്ല. പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെയോ അടിസ്ഥാനത്തിൽ അല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത്.
എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവും ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോട് ആണ് ഇക്കാര്യം പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവർ അല്ല. BJPയും കോൺഗ്രസിനും CPMനും ഉള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം. പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല. വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്റെ ഒരു തുള്ളി കണ്ണീരിന്റെ ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും. ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല. 70 വയസ്സ് തികഞ്ഞ ഒരു അമ്മയെന്ന നിലയിൽ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. മല്ലിക മാമിന്റെ വളരെ ഹൃദയത്തിൽ തട്ടിയുള്ള വാക്കുകളാണിത്. സ്വന്തം മകനെ കുറിച്ച് മറ്റുള്ളവരില്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ ഈ അമ്മ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അമ്മ അവസാനം പറഞ്ഞത് ഹൃദയത്തിൽ തട്ടി തന്നെ പറഞ്ഞതാണ്. എന്റെ ഒരു തുള്ളി കണ്ണുനീരിന് പകരം ഒരു ജീവായുസ് മുഴുവനും നിങ്ങൾ ദൈവത്തിന് മുൻപ് മാപ്പ് പറയേണ്ടി വരുമെന്ന്. തീർച്ചയായിട്ടും നുണക്കഥ പ്രചരിപ്പിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. ഇനി മല്ലിക മാം അടുത്ത എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ TVയിൽ ഒരു അവതാരക വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കേട്ടോ നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല, നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് എമ്മിനുമാണ് പൊള്ളിയത്. മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത്. പൊള്ളുക മാത്രമല്ല, നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ. കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. സംഘപരിവാറിന് എന്ത് പൊള്ളാൻ? ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കും, RSSും കേന്ദ്ര സർക്കാരും എല്ലാം ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും. അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും, ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും, അവർ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയാണ് 17 വെട്ട് എമ്പുരാനെ വെട്ടാൻ പോകുന്നത്. എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി 100 കോടി ക്ലബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡിറ്റിംഗ് ടേബിളിൽ പോയിരുന്ന് വെട്ടണം. 17 വെട്ട് വെട്ടണം, 17 ഭാഗങ്ങൾ വെട്ടിമാറ്റണം. അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോ RSSും ഒന്നും ഈ 17 വെട്ട് വെട്ടാം എന്ന് പറഞ്ഞതല്ല, വെട്ടാൻ പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം, എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കും. ശരി, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയതുകൊണ്ട് സംഘപരിവാറിനോ BJPക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ അവസാനം പറഞ്ഞ് പൃഥ്വിരാജ് സംഘപരിവാറിന്റെ കാല് പോയി പിടിച്ച് സിനിമ ഒഴിവാക്കരുത്, ഞാൻ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തോളാന്ന്. ഇവിടെ സംഘപരിവാറിനൊന്നും നഷ്ടപ്പെടാനില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സിനിമയും പൊക്കിപ്പിടിച്ച് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ആദ്യം പറഞ്ഞതിലോ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞതിലോ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കണം. ആദ്യം ഒന്ന് പറയാ, പിന്നെ ഒന്ന് മാറ്റി പറയാ. എന്തായാലും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ പുള്ളിക്കാരിയുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന്. എന്തായാലും ഈ പുള്ളിക്കാരിയുടെ ആ ഒരു പ്രസ്താവനയോട് മല്ലിക മാം നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് നോക്കാം. മല്ലിക മാം പറയുന്നത് ഇങ്ങനെയാണ്: പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു. സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നത്രേ. പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണം എന്നാണ് ചട്ടം. ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ? അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധി ആണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ പൃഥ്വിരാജിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമ. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇങ്ങനെ ഇറക്കിയ സിനിമ എന്തിനാണ് പിന്നെയും രണ്ടാമത് അടുത്തൊരു പതിപ്പ് ഇറക്കുന്നതെന്ന്. അതും 2.5 മിനിറ്റ് കട്ട് ചെയ്തുകൊണ്ട്. അതിന് മറുപടി ഉണ്ട്. അതായത് ഈ ഒരു സിനിമ ഇത്രയും പ്രശ്നങ്ങളായി മാറിയ സ്ഥിതിക്ക് ഒരുപാട് വിവാദമായിട്ട് മാറിയില്ലേ? ആ ഒരു സാഹചര്യത്തിൽ സെൻസർ ബോർഡ് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഈ സിനിമ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം, എന്നാലേ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന്. സെൻസർ ബോർഡ് അങ്ങനെ പറയുമ്പോൾ അതിന് കീഴ്പ്പെട്ട് കൊടുക്കുകയോ സിനിമ അണിയറ പ്രവർത്തകർക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയാണ് ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതല്ലാതെ പൃഥ്വിരാജ് അങ്ങോട്ട് പോയി സെൻസർ ബോർഡിന്റെ കാല് പിടിച്ചൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെൻസറിങ് കഴിഞ്ഞ ഒരു സിനിമ തന്നെയാണിത്. പൃഥ്വിരാജിനെ എന്ന സമയത്ത് അത് കട്ട് ചെയ്ത് സെറ്റാക്കിയ പോലെ സെൻസർ ബോർഡിനെ വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. വീണ്ടും ഈ പടം സെൻസറിങ്ങിന് വിധേയമാക്കുന്നുണ്ടെങ്കിൽ
അത് സെൻസർ ബോർഡ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കില്ലേ? ഈ വിവരക്കേട് പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇനിയും മല്ലിക മാം കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അവസാനം പറയുന്നത് അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ് എന്നാണ് പറയുന്നത്. എന്തായാലും കൊടുക്കാനുള്ളവർക്കൊക്കെ നല്ല കൃത്യമായിട്ട് മല്ലിക മാം നല്ല അടിപൊളിയായിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും വയറ് നിറച്ചു കിട്ടിയല്ലോ, വളരെ സന്തോഷം. ഇതെല്ലാം കേട്ടിട്ട് ഇനി മോഹൻലാല് മാപ്പ് പറഞ്ഞ് സിനിമയുടെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ വരുന്നവരോട് നിങ്ങൾ നിങ്ങളുടെ തന്നെ വിലയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.